യെസ്. മാഷേ, നമ്മുടെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ ഒരു പ്രസ്താവന ഇന്ന് രാവിലെ ശ്രദ്ധയിൽപ്പെട്ടു. ചേലക്കരയിലെ വിജയം ഇടതുപക്ഷത്തിൻ്റെ അടിത്തറയെ ശക്തിപ്പെടുത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്കത് കേട്ടിട്ട് സത്യത്തിൽ ചിരി വന്നു. അതവിടെ നിൽക്കട്ടെ, ചേലക്കരയിലെ അടിത്തറ ബലപ്പെട്ടോ ദുർബലമായോ എന്നൊക്കെ നമുക്ക് വേറെ പരിശോധിക്കാം. പക്ഷേ എനിക്കൊരു ചോദ്യം അവിടെ ഉള്ളത്, ഈ ഇദ്ദേഹത്തിൻ്റെ പാർട്ടി വയനാട് മത്സരിച്ചല്ലോ, CPI വയനാട് സാക്ഷാൽ പ്രിയങ്കയ്ക്കെതിരെ മത്സരിച്ചു. അവിടെ CPIയുടെ, ഞാൻ ഇടതുപക്ഷത്തിൻ്റെന്ന് പറയുന്നില്ല, കുറഞ്ഞ പക്ഷം CPIയുടെ എങ്കിലും അടിത്തറ ബലപ്പെട്ടോ? മാഷിന് എന്താ തോന്നണേ? ഈ ബിനോയ് വിശ്വം എന്ന നേതാവിനെ ഓർത്ത് അഹോ കഷ്ടം എന്നല്ലാതെ അത് പറയാൻ അനവധി അവസരങ്ങളാണ് അദ്ദേഹം അധികാരത്തിലെത്തിയതിന് ശേഷം വന്നത്. ഇപ്പോൾ ഒടുവിലത്തെ അവസരമാണ് ഈ വയനാട് റിസൾട്ട്. ബിനോയ് വിശ്വം സെക്രട്ടറിയായി വന്ന വഴി ഓർമ്മയില്ലേ? അദ്ദേഹം പറഞ്ഞത് കാനം രാജേന്ദ്രൻ മരണശയ്യയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് ഒസിയത്തുണ്ടായിരുന്നു എന്നെ സെക്രട്ടറി ആക്കാൻ. ലോക ചരിത്രത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ മരിച്ചുപോയ സെക്രട്ടറി മരണത്തിന് മുമ്പ് പറഞ്ഞ ഒസിയത്ത് പാലിക്കാൻ വേണ്ടി സെക്രട്ടറി ആയി എന്ന് പറയുന്ന അത്യന്തം അപഹാസ്യമായ ഒരു രീതിയിലാണ് അദ്ദേഹം വന്നു കയറിയത്. അപ്പോൾ അടുത്ത പ്രസ്താവന വന്നു. അടുത്ത പ്രസ്താവന എന്താണെന്ന് വെച്ചാൽ, ഒരു രാജ്യസഭാ സീറ്റ്, ഇടതുപക്ഷത്തിൽ ഒരു രാജ്യസഭാ സീറ്റ് CPIക്ക് കിട്ടിയപ്പോൾ രാഷ്ട്രീയമായവർക്കത് നേടാൻ ഞങ്ങളുടെ രാഷ്ട്രീയമായ വിഹിതമാണ്, ഞങ്ങൾക്ക് കിട്ടേണ്ടതാണ്, കിട്ടിയിരിക്കുന്നു. ഞങ്ങളുടെ അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീറിനെ ഞങ്ങൾ രാജ്യസഭയിലേക്ക് അയച്ചിരിക്കുന്നു, അവിടെ അവസാനിപ്പിക്കേണ്ടതാണ്. ഇദ്ദേഹം അതിൻ്റെ കൂടി ഒരു പടി കൂടി കടന്നിട്ട് ഈ ന്യൂനപക്ഷങ്ങളുടെ ചാമ്പ്യനാവാൻ വേണ്ടിയിട്ട്, ഞങ്ങൾ ന്യൂനപക്ഷ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് PP സുനീറിനെ MP ആക്കി പാർലമെന്റ്. അത് അതിനേക്കാളും അപഹാസ്യമായി. അല്ല മാഷെ, പണ്ട് ഈ VS CPIയിലെ ഒരു മന്ത്രിക്കെതിരെ പോഴൻ എന്ന് പറഞ്ഞ വലിയ വാർത്തയായിരുന്നു. അത് പോഴത്തരം പറഞ്ഞു, പോഴൻ എന്നൊക്കെ വിളിച്ചു. ഇപ്പോൾ വാസ്തവത്തിൽ എനിക്ക് ചോദിക്കാനുള്ള, ഈ CPIയിൽ പോഴന്മാരുടെ എണ്ണം വളരെ കൂടുതലാണ്. ആ പേര് പക്ഷെ വലിയ ബുദ്ധിമാന്മാരും ഒക്കെ ആയിരുന്ന നേതാക്കൾ നയിച്ചിരുന്ന ഒരു പാർട്ടിയാണ് കേട്ടോ. ബുദ്ധിമാന്മാര്, ജീനിയസുകൾ, അറിവുള്ളവർ, പണ്ഡിതന്മാർ, തീർച്ചയായിട്ടും അറിയുന്നവരുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. ബിനോയ് വിശ്വം പക്ഷേ ആ പേര് മുഴുവൻ കളഞ്ഞു കുടിച്ച് വഷളാവുന്ന മട്ടാണ്. ഇപ്പോൾ ഒരു ദയനീയമായ അവസ്ഥ. എന്താ ചെയ്യേണ്ടത് വെച്ചു, വയനാട് തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? ഇടതുപക്ഷത്തിൻ്റെ നില ഭദ്രമാണ്, ശക്തിപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ, ചേലക്കര നോക്കി പറഞ്ഞാൽ പോലും അത് അബദ്ധമാണെന്ന് അദ്ദേഹത്തിന് അറിയാം. പറയേണ്ടത് അങ്ങനെയല്ലല്ലോ. CPI പോലുള്ളൊരു പാർട്ടി എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരുന്നത് പരിശോധിക്കണം, ഇടതുപക്ഷത്തിന് പറ്റിയ വീഴ്ചകൾ ഞങ്ങൾ തിരിച്ചറിയും, മുന്നണിയിൽ ഉന്നയിക്കും, പരിശോധിക്കുന്നല്ലേ പറയേണ്ടത്. അത് പറയുമെന്ന് ജനം പ്രതീക്ഷിക്കുന്ന ഒരു പാർട്ടിയാണ് CPI. അല്ല, ഉന്നയിക്കുമോ ഇല്ലയോ, LDF യോഗത്തിൽ ഉന്നയിക്കുമോ ഇല്ലയോ എന്നുള്ളത് വേറെ. ഇന്നത്തെ അവസ്ഥയിൽ പരസ്യമായിട്ട് പറഞ്ഞിരുന്നു ഞങ്ങൾ ഉന്നയിക്കും. അവിടെ ചെന്ന് മിണ്ടാതെ വാപൊത്തി റാൻ പറഞ്ഞ് തിരിച്ചു വരുന്ന ആണ് നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ളത്. പിന്നെ എന്നാലും പുറത്ത് വരും പറയാം, അല്ല ഞങ്ങൾ ഉന്നയിക്കും, ഉന്നയിച്ചു, ഞങ്ങൾ ചർച്ച ചെയ്തു, അത് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടു, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അതെ, എന്തെല്ലാം പറഞ്ഞു. പക്ഷെ പറയുകയെങ്കിലും ചെയ്യാറുണ്ടായിരുന്നു. ഈ കേസിൽ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? പിണറായി, എനിക്ക് തോന്നുന്നു ഇടതുപക്ഷം നേതാക്കന്മാർ പോലും, ഇപ്പോൾ CPM നേതാക്കന്മാർ പോലും അത്ര ബലത്തിൽ പറയുന്നില്ല. ഒരു ഒഴുക്കൻ മട്ടിൽ കുറച്ച് ഭൂരിപക്ഷമൊക്കെ കുറഞ്ഞെങ്കിലും ചേലക്കരയെ ജയിച്ചല്ലോ, മാനം പിടിച്ചു, സിറ്റിംഗ് സീറ്റ് നിലനിർത്തിയല്ലോ. ഭരണവിരുദ്ധ തരംഗമില്ല. കാരണം ഭരണവിരുദ്ധ തരംഗം ഉണ്ടായിരുന്നെങ്കിൽ നിലവിലുള്ള കയ്യിലുള്ള സീറ്റ് നഷ്ടപ്പെടുത്തിയാലല്ലേ ഭരണം, അങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കാവുന്നതേ ഉള്ളൂ. ഇദ്ദേഹം പറയുന്ന ഇടതുപക്ഷത്തിന്റെ അടിത്തറ ശക്തിപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആദ്യം ഉത്തരം പറയേണ്ടത് ചേലക്കരയുടെ കാര്യം അദ്ദേഹത്തോട് ആരും ചോദിച്ചിട്ടില്ല. ചേലക്കര പറയേണ്ടത് അത് MP ഗോവിന്ദൻ പറഞ്ഞോളും. വയനാടിന്റെ കാര്യം എന്താണ്? വയനാട്ടിൽ CPIയുടെ സ്ഥാനാർത്ഥി മത്സരിച്ചല്ലോ. ഇത് മത്സരിക്കുമ്പോൾ തന്നെ ഒരുപാട് ഇഷ്യൂസ് ഉയർന്നു വന്നിട്ടുണ്ട്, മണ്ടത്തരങ്ങൾ എഴുന്നള്ളിച്ചിട്ടുണ്ട് പലപ്പോഴും. ഇദ്ദേഹം തന്നെ ആലോചിച്ച് നോക്കൂ, രാഹുൽ ഗാന്ധി മത്സരിക്കാൻ പാടില്ല, ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് UDF എങ്കിൽ, ആ ഭാഗമാണ് CPIയും കോൺഗ്രസും എങ്കിൽ, അവർ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി ഉണ്ടാവണം, അതിനൊരു കോർ കമ്മിറ്റി ഉണ്ടാവണം, അതിന് സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ടാകണം, ആ കമ്മിറ്റിയിൽ അഭിപ്രായം ഉണ്ടാകണം, വയനാട്ടിൽ ചർച്ച ചെയ്യണം, ഇവിടെ ആര് മത്സരിക്കണം. ഇത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സാധനം ആവശ്യമുള്ളിടത്ത് മാത്രമാണ്. ദേശീയ തലത്തിൽ ഒരു ഇന്ത്യ മുന്നണി ഇല്ല. ഓരോ സംസ്ഥാനത്തും അവിടുത്തെ ഫ്രെയിം വർക്ക് അനുസരിച്ചാണ്, അവിടുത്തെ സാധ്യത അനുസരിച്ചാണ് മുന്നണി. അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ സാധ്യത അനുസരിച്ച് CPI ഇടതുപക്ഷത്താണ്, കോൺഗ്രസ് UDFിലാണ്. UDFിന് കിട്ടാവുന്ന പരസ്പരം ഇവിടെ ശത്രുക്കളുമാണ്.
അപ്പോൾ UDF കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥി അവരുടെ ഏത് നേതാവിനെ, ഏത് ദേശീയ നേതാവിനെ കൊണ്ടുവന്നും കേരളത്തിൽ നിർത്തിക്കൂടെ? അവർക്ക് സുരക്ഷിതമായൊരു സീറ്റ് കേരളമാണെങ്കിൽ ചോദ്യം ഇതാണ്, എന്താണ് രാഹുലിന് മത്സരിക്കാൻ നോർത്ത് ഇന്ത്യയില്ലേ? നോർത്ത് ഇന്ത്യയിൽ നിർത്തി പരീക്ഷണത്തിൽ എവിടെയും മത്സരിക്കാം. അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയുള്ള കാലത്ത് അദ്ദേഹത്തിന് ഒരു തോൽക്കുമെന്ന് അല്ലെങ്കിൽ തോൽക്കാൻ സാധ്യതയുള്ള കടുത്ത മത്സരമുള്ള ഒരു ഗോതയിൽ കൊണ്ടുപോയിട്ടിട്ട് ഇന്ത്യ മുഴുവൻ അദ്ദേഹത്തെ പോലൊരു നേതാവിന് പ്രചരണം നടത്താനുള്ള അനായാസമായ അവസരം ഉണ്ടാക്കി കൊടുക്കുക ആണല്ലോ വേണ്ടത്. അപ്പോൾ അത്തരത്തിൽ കടുത്ത മത്സരമുള്ള ഒരു സീറ്റിലല്ല, അനായാസം ജയിച്ചു കയറുന്ന ഒരു സീറ്റിൽ ഞങ്ങളുടെ ദേശീയ നേതാവിനെ നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് കോൺഗ്രസിന് പറഞ്ഞുകൂടാ? അവരുടെ ആഭ്യന്തര കാര്യമാണ്. അത് പാടില്ല എന്ന് പറയാൻ ഇവരാര്? ഇതിനിടയിൽ കൗതുകം നിറഞ്ഞ വേണമെങ്കിൽ അതാത് സംസ്ഥാന തലത്തിൽ ബുദ്ധിപൂർവ്വം. പക്ഷേ ഒരു കാര്യം അതിനകത്ത് ഇടയ്ക്ക് പറഞ്ഞോട്ടെ, ഈ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ എതിരാളിയായ BJP അത് മിണ്ടുന്നില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. മത്സരിക്കട്ടെ, നമുക്ക് നോക്കാമെന്നാണ് പറയുന്നത്. അത് പറഞ്ഞപ്പോഴാണ് കേട്ടോ വയനാടിനെ കുറിച്ച് കൗതുകം നിറഞ്ഞ ചില ചർച്ചകൾ നടക്കുകയുണ്ടായി. ഒന്ന്, പല ഭാഗത്തുനിന്ന് ഉയർന്നു വന്ന ഒരു കാര്യം, ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ തന്നെയാണ് കോൺഗ്രസും CPI എന്ന് വെച്ചോളൂ. പക്ഷെ വയനാടിൻ്റെ ഒരു ഭൂമിശാസ്ത്രവും അവിടുത്തെ ഡെമോഗ്രാഫിയും അവിടുത്തെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയും വെച്ചിട്ട് വലിയ ഭൂരിപക്ഷത്തിന് 4,30,000 വോട്ടിനെ കണ്ട് രാഹുൽ ജയിച്ചതാണ്. ആ റെക്കോർഡ് ഇപ്പോഴും ഭേദിച്ചിട്ടില്ല. രാഹുൽ ഇപ്പോഴും അഭേദ്യമായ റെക്കോർഡുമായിട്ട് പെങ്ങള് വന്ന് മത്സരിച്ചിട്ടും 4-10 അല്ലേ മറ്റോ എത്തിയുള്ളൂ, 4-10 എത്തിയുള്ളൂ. 4-30 ഏറെ രാഹുലിന്റെ ചേട്ടന്റെ റെക്കോർഡ് അപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, അങ്ങനെ ജയിച്ചു കയറിയ ഒരു മണ്ഡലത്തിൽ ഇന്ത്യ മുന്നണി പരസ്പരം മത്സരം ഉണ്ടാവാൻ പാടില്ല ഒരു സംസ്ഥാനത്തും എന്നൊരു ദേശീയ ബോധം CPIക്ക് ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന കാര്യം എന്താ? അവര് സ്ഥാനാർത്ഥിയെ രാഹുലിനോ പ്രിയങ്കയോ പിന്തുണക്കുകയല്ലേ വേണ്ടത്? ഇതിനിടയിൽ കൗതുകം നിറഞ്ഞൊരു കാഴ്ച, ഒരു ന്യൂസ് പീസ് കൂടി. എന്തുകൊണ്ടാണ് മലയാളി അത് വാർത്തയാക്കാതിരുന്നത് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ പ്രിയങ്കരനായ TG മോഹൻദാസ് സാറ് വളരെ കൗതുകം നിറഞ്ഞൊരു കാര്യം പറഞ്ഞു. വയനാട്ടിൽ BJP എടുക്കേണ്ട സ്ട്രാറ്റജി എന്താണ്? കാരണം ആരാണ് BJPയുടെ മുഖ്യ എതിരാളി? അത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിനെ എതിർക്കാൻ തയ്യാറുള്ളവർ വയനാട് മണ്ഡലത്തിൽ ആരാണോ, കോൺഗ്രസിനെ എതിർക്കുന്ന ഏറ്റവും പ്രമുഖ എതിർ സ്ഥാനാർത്ഥി ആരാണോ ആ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കുകയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ BJP ചെയ്യേണ്ടതെന്ന് പറയാൻ TG മോഹൻദാസ് സാറിനെ പോലുള്ള ഒരാൾ തയ്യാറായി. അത് പക്ഷെ ആരും കണ്ടില്ല, ചർച്ച ചെയ്യാനും തയ്യാറായില്ല. അല്ല മാഷേ, അത് വലിയ പണിയാണ്. ഈ ഇടതുപക്ഷം സോപ്പ് കുമിള തകരണേക്കാൾ തകരൂലേ? എന്ത് സ്ട്രാറ്റജി എന്ന് ആലോചിച്ച് നോക്കൂ. ദേശീയ രാഷ്ട്രീയം എന്നൊന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മുഖ്യ എതിരാളി കോൺഗ്രസ് ആയിരിക്കെ കോൺഗ്രസിനെ കേരളത്തിൽ നേരിടുന്ന പ്രബലമായ മുന്നണി എന്ന നിലയിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് ഞങ്ങൾ പിന്തുണ കൊടുക്കുന്നു എന്നെങ്ങാനും BJP പറഞ്ഞിരുന്നെങ്കിൽ ഇടതുപക്ഷത്തെ ഗംഭീരമായിട്ട് തളരില്ല. BJPക്ക് അതുകൊണ്ട് എന്ത് ഗുണം ദോഷം എന്നുള്ളതിനേക്കാൾ ഞാനതിൽ പ്രഥമ ദൃഷ്ടിയാ കാണുന്ന കാര്യം, ഈ എന്താ പറയാ, വെള്ളത്തിൽ വരച്ച വര പോലെ ഇടതുപക്ഷം മാഞ്ഞു പോകും. ഒന്ന് വേറൊന്ന് അത് അവർക്കറിയാമായിരിക്കും. വേറൊരു കാര്യം, ഞാൻ അതിൽ അടുത്ത് കാണുന്ന സാമൂഹ്യമായൊരു സംഗതി എന്താണെന്നറിയോ? തെരഞ്ഞെടുപ്പുകൾ യഥാസമയം ആ തെരഞ്ഞെടുപ്പിൻ്റെയും ആ മണ്ഡലത്തിൻ്റെയും പ്രാധാന്യത്തോടെ ഒരു ദേശീയ കാഴ്ചപ്പാടോടുകൂടി നടക്കേണ്ട ഒന്നാണ്. ഇനി രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ വയനാട്ടിൽ നിന്ന് അങ്ങനെ കാര്യമായ എതിർപ്പില്ലാതെ ജയിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടെന്ന് വെച്ചോളൂ. അങ്ങനെ പോയാലുള്ള ഒരു ഗുണം എന്താ? ദേശത്തിനാണ് അതിൻ്റെ ഗുണം. ഒരുപാട് ലാഭമാണ് തെരഞ്ഞെടുപ്പ് ഇല്ലാത്തൊരവസ്ഥ. രണ്ട്, BJP ഇടതുപക്ഷത്തെ പിന്തുണക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, രാഷ്ട്രീയമായ കാരണങ്ങളാൽ ഉണ്ടായാൽ, അനാവശ്യമായ വൈരത്തിലേക്ക് അത് പോവുകയുമില്ല. ഒരു ആരോഗ്യകരമായ ഒരു മത്സരത്തോടെ അത് സമീപിക്കാൻ പറ്റും. ഇതൊക്കെയാണ് വയനാടിൻ്റെ വിശേഷം. ഈ സമയത്താണ് ഇപ്പോൾ ആനി രാജയെ കൊണ്ടുവന്ന് നിർത്തി. ആനി രാജയെ നിർത്തിയിട്ട് പോലും ഇടതുപക്ഷത്തിൻ്റെ മുഴുവൻ സാധ്യതകളും പുറത്തെടുത്തിട്ടില്ല, ശക്തമായ പ്രചാരണം നടത്തിയിട്ടില്ല. സത്യത്തിൽ അത് ചീറ്റിപ്പോയി, പണം പിരിച്ചു എന്നല്ലാതെ, വലിയ തോതിൽ തെരഞ്ഞെടുപ്പിന്റെ പണം പിരിച്ചു എന്നല്ലാതെ ആനി രാജയ്ക്ക് പോലും ആവശ്യത്തിന് പണം കിട്ടിയില്ല എന്ന ആരോപണം അവൻ അക്കാലത്ത് തന്നെ ഉയർന്നിട്ടുണ്ട്. എന്നാൽ ആനി രാജ പിടിച്ച വോട്ടെങ്കിലും പിടിക്കാൻ പറ്റണ്ടേ? 3,00,000-ഓളം വോട്ടുകൾ കുറച്ചാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്. 75,000-ഓളം വോട്ട്, 70,000-ലേറെ വോട്ടുകൾ കുറച്ചാണ്. എന്തിനാണ് പിന്നെ ഈ തെരഞ്ഞെടുപ്പ്? മാഷേ, വയനാട് പോളിംഗ് കുറഞ്ഞു എന്നുള്ളത് ഒരു സത്യമാണ്.
അത് കുറഞ്ഞത് ഇടതുപക്ഷത്തിന്റെ വോട്ടാണ് അപ്പോൾ കുറഞ്ഞിരിക്കുന്നത്. കാരണം പ്രിയങ്ക ഏതാണ്ട് രാഹുൽ പിടിച്ച അത്രയും ഭൂരിപക്ഷം പിടിച്ചിട്ടുണ്ട്, ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഇനി നിസ്സാര വോട്ടുകളെ കുറഞ്ഞിട്ടുള്ളൂ. അവർക്ക് കാര്യമായി BJPക്കും വലിയൊരു കുറവുണ്ടായി എന്ന് എനിക്ക് തോന്നുന്നു. ഏറ്റവും വലിയ കുറവുണ്ടായത് CPIക്കാണ്. ഒന്നുകിൽ ഇടതുപക്ഷ മുന്നണിയുടെ വോട്ടുകൾ പോൾ ചെയ്യിച്ചില്ല. വയനാട്ടിലെ പോളിംഗ് കുറഞ്ഞതിൻ്റെ യഥാർത്ഥ കാരണം അന്വേഷിച്ചാൽ, റിസൾട്ട് അന്വേഷിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇടതുപക്ഷമാണ് പോൾ ചെയ്യിക്കാത്തത്. അതിനുള്ള വർക്ക് നടത്തിയിട്ടില്ല. പണപ്പിരിവ് അപ്പോഴും നടന്നിട്ടുണ്ട്. ആരാണ് പിരിച്ചത്, ഏതു വഴിക്ക് പോയി എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. അതായത് പിരിവ് നടക്കട്ടെ, വോട്ട് വേണ്ട. വോട്ട് ചെയ്യേണ്ട, ചെയ്യിക്കാനുള്ളവർ ആ പണി ചെയ്തില്ല. ആരാണ് അതിന് ഉത്തരവാദി? എന്നിട്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സ്വന്തം ദേശീയ നേതാവ് ആനി രാജ മത്സരിച്ചപ്പോൾ പോലും ഈ ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായാലും പ്രചാരണം വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ല. ആനി രാജാക്ക് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ കാര്യമായ പിന്തുണ ഉണ്ടായിരുന്നില്ല. ഈ ഇലക്ഷൻ കമ്മിറ്റി തന്നെ പിരിച്ച കാശ് ആവശ്യത്തിലേറെ പിരിച്ചിട്ട് പോലും അവർക്ക് ആവശ്യത്തിന് പണം കൊടുത്തില്ല തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടും അവർ പിടിച്ച വോട്ടിനേക്കാൾ 3/4 ലക്ഷത്തോളം കുറച്ചാണ് സ്വന്തം സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നത്. അതും ചില്ലറക്കാരനല്ലല്ലോ, ചില്ലറ നേതാവല്ല. ഈ സംസ്ഥാനത്തെ CPIക്ക് കിട്ടാവുന്ന എണ്ണം പറഞ്ഞ മികച്ച നേതാക്കളിൽ ഒരാളാണ്. മോശക്കാരനല്ല, ഒന്നുമല്ല. മാത്രമല്ല അദ്ദേഹത്തിന് അവിടെ നേരത്തെ മത്സരിച്ച് പരിചയമുണ്ട്. അന്നൊക്കെ അദ്ദേഹം വോട്ടിംഗ് നില മെച്ചപ്പെടുത്തിയിട്ടേ ഉള്ളൂ. ഇപ്പൊ എന്ത് പറ്റി? അതിന് മറുപടി പറയാനൊരു പത്രസമ്മേളനം വിളിക്കാനൊന്നും ഇടതുപക്ഷത്തിന്റെ നില ശക്തിപ്പെട്ടു എന്ന് പറയണത് എന്ത് പരിഹാസ്യനാണ്. ഞാൻ പറഞ്ഞ ഈ CPIയുടെ നേതാക്കൾക്ക് ഒരു പക്ഷേ കേരളത്തിൽ CPM നേതാക്കൾക്ക് ഇല്ലാത്ത തരത്തിലൊരു സ്വീകാര്യത ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു കാനം രാജേന്ദ്രന്റെ ഒരു അവസാന കാലം മുതലാണ് അത് തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആ ഗ്രാഫ് ഏതാണ്ട് 0-ൽ നിന്നും താഴെ നെഗറ്റീവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബിനോയ് വിശ്വം ഈ പോക്ക് പോയാൽ എന്തിനുള്ള പുറപ്പാടാണെന്ന് എനിക്കറിയാം. അദ്ദേഹം ഒരു ലിക്വിഡേറ്റ് ചെയ്തിട്ട് ഇല്ല, 0-ൽ എത്തിച്ചിട്ട് 16 അടിയന്തരം നടത്തി പിരിയാനാണ് സാധ്യത. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. തീർച്ചയായിട്ടും.